നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മോഹൻലാൽ അർഹനായി. പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും. കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ തിങ്കളാഴ്ച കോഴിക്കോട്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചു. ചൊവ്വാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി മേയർ ചർച്ച നടത്തും. കലുങ്ക സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയത്. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട് വീടിന്റെ വാതിൽ കുത്തി തുറന്ന് 5.5 പവൻ കവർന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ആജീവനാന്ത സംഭാവനകൾ പരിഗണിച്ച് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മോഹൻലാൽ അർഹനായി. പുരസ്കാരം ചൊവ്വാഴ്ച നടക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ സമ്മാനിക്കും. ഇത് 2ാം തവണയാണ് ഒരു മലയാളിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാൽ. 2 മികച്ച നടൻ ഉൾപ്പെടെ 5 ദേശീയ പുരസ്കാരങ്ങൾ നേരത്തെ മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. 2001 പത്മശ്രീ പുരസ്കാരവും 2019 പത്മഭൂഷണും നൽകി രാജ്യം മോഹൻലാലിനെ ആദരിച്ചിരുന്നു. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും നടക്കും. തിങ്കളാഴ്ച കോഴിക്കോട് കോട്ടൂളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനത്താണ് കബറടക്കം. ഞായറാഴ്ച രാവിലെ 11:30 കബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നടക്കും. തുടർന്ന് ഡോളേഴ്സ് ബസലിക്ക പള്ളിയിലേക്ക്. 12:15 മുതൽ അവിടെ പൊതുദർശനം. വൈകിട്ട് 3:00 ബസലിക്കയിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് പള്ളിയിലേക്ക് വിലാപയാത്ര. വൈകിട്ട് 5 ലൂർദ് പള്ളിയിൽ ശുശ്രൂഷകളുണ്ടായിരിക്കും. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകും. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരാകും. തിങ്കളാഴ്ച രാവിലെ 9:30 കബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടം. മാനന്തവാടി രൂപതാമെത്രാൻ മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകും. ശുശ്രൂഷകളിൽ 27ഓളം ബിഷപ്പുമാർ പങ്കെടുക്കും. ലൂർദ് പള്ളിയിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. 4 മുതൽ 6 വരെ ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ പൊതുദർശനം. 6:30 കോട്ടൂളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനമായ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ കബറടക്ക ശുശ്രൂഷയുടെ സമാപന തിരുക്കർമ്മങ്ങൾ നടക്കും. ശുശ്രൂഷ നടക്കുന്ന തിങ്കളാഴ്ച തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പിതാവിനോടുള്ള ആദരസൂചകമായി പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയോ മറ്റ് തുണിത്തരങ്ങളോ സമർപ്പിക്കാമെന്നും അവ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതാണെന്നും അതിരൂപത അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. അതിരൂപത ആസ്ഥാനത്തെത്തിയ മന്ത്രി മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തൂങ്കുഴി പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങളുൾപ്പെടെയുള്ള ഈ തലമുറയെല്ലാം. അടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെയുള്ള വലിയ പ്രവർത്തനത്തിന് വ്യക്തിപരമായി നേതൃത്വം നൽകി ആരംഭിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന നിലയിലുള്ള, ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം. യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കരുണ കൊണ്ട് പ്രോജ്വലമാക്കിയിരുന്ന ഒരു പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനകളിലും കരുണ ആർന്ന പ്രവർത്തനങ്ങളിലും
രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. തൃശ്ശൂർ രൂപതയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായ വിധത്തിൽ എല്ലാ പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളെ അയക്കാനും ലളിതമായ വാക്കുകൾ കൊണ്ടും ഹാസ്യമൂർന്ന നർമ്മമൂറിയ സംഭാഷണങ്ങൾ കൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും ലഘൂകരിക്കാൻ തൂങ്കുഴി പിതാവ് കാണിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത. തന്റെ സ്നേഹം മുഴുവൻ പകുത്തു നൽകി ജീവിതാവസാനം വരെ തൃശൂരിന്റെ ഹൃദയത്തിൽ വസിച്ച സ്നേഹപിതാവിനെ അവസാനമായി യാത്രയാക്കാൻ 10,000 നാളെ ഒഴുകിയെത്തും. തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിലും ലൂർദ് കത്തീഡ്രലിലും പൊതുദർശനത്തിന് വയ്ക്കുന്ന മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനസാഗരം എത്തുമെന്നാണ് അതിരൂപത നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ജനാവലി അഭിമന്യ പിതാവിനെ യാത്രയയക്കുന്നതിന് വേണ്ടി ഈ സാംസ്കാരിക തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരും. അങ്ങനെ തൃശ്ശൂർ നഗരം ചുറ്റി ലൂർദ് ഭദ്രാസന ദേവാലയത്തിൽ ഏകദേശം 5 മണിയോടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ തുടർന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത് വരെ ഇവിടെ പൊതുദർശനം സാധ്യമാണ്. തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നത് മാത്രമല്ല, അത് നാടിൻ്റെ വികസനത്തിന് കൂടി കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ അതെല്ലാം ഈ നാടിൻ്റെ കൂടി വികസനത്തിന് കാരണമായി എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പാലായിലെ വിളക്കുമാടത്തിൽ നിന്നും ആരംഭിച്ച് ആത്മ തേജസ്സിൻ്റെ ഒരു വിളക്കുമാടമായി മാറിയ ഒരു ചരിത്രമാണ് അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ നമ്മെ ഓർമ്മിപ്പിക്കാനുള്ളത്. തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് നടക്കുന്ന വിലാപയാത്രയിൽ 1000 പങ്കെടുക്കും. വിലാപയാത്രയുടെ മുൻനിരയിൽ ബിഷപ്പുമാരും പൗരപ്രമുഖരും വൈദികരും സന്യസ്തരും അണിനിരക്കും. ഇതിന് പിന്നിലായി വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകളും അണിനിരക്കും. തിങ്കളാഴ്ച ലൂർദ് കത്തീഡ്രലിൽ വെച്ചാണ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക. തുടർന്ന് ഭൗതിക ശരീരം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ഓർമ്മകളെ ചേർത്തുപിടിച്ച് ഒരു അധ്യാപക കുടുംബം. കുനമുച്ചി സ്വദേശികളായ PJ സ്റ്റൈജുവും അമ്പിളി പീറ്ററും പിതാവുമായി ഏറെ ആത്മബന്ധം ഉള്ളവരായിരുന്നു. തൃശൂർ അതിരൂപത CLCയുടെ ഭാരവാഹികളായിരുന്നപ്പോൾ മുതലാണ് മാർ ജേക്കബ് തൂങ്കുഴിയുമായി അടുത്തത്. തുടർന്നുള്ള അതിരൂപത പ്രവർത്തനങ്ങളിൽ പിതാവിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. ഇരുവരുടെയും വിവാഹ ആശീർവാദത്തിന് കാർമ്മികത്വം വഹിച്ചതും മാർ ജേക്കബ് തൂങ്കുഴിയാണ്. 4 തവണ പിതാവ് വീട്ടിൽ വന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നുവെന്ന് PJ സ്റ്റൈജുവും അമ്പിളി പീറ്ററും പറഞ്ഞു. പിതാവിനെ എന്നെ ഓരോ ചെറിയ വിജയങ്ങളിലും പിതാവ് നേരിട്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിതാവിനോടുള്ള സ്നേഹം നിസ്സീമമാണ്. 4-5 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിന്റെ ആശീർവാദത്തിന് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ പിതാവിന്റെ വാസസ്ഥലമായ മൈനർ സെമിനാരിയിൽ കുടുംബത്തോടൊപ്പം ഇവർ പോകുമായിരുന്നു. എല്ലാ സന്തോഷങ്ങളിലും നേരിട്ട് വിളിക്കുന്ന ആ സ്വരം ഇനിയില്ല എന്നത് ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. പിതാവിനോടൊപ്പമുള്ള വിവാഹാശീർവാദ ഫോട്ടോയും ദിനസന്ദേശങ്ങൾ അടങ്ങിയ കലണ്ടറും സമ്മാനമായി നൽകിയ ജപമാലകളുമാണ് ധന്യമായ ഓർമ്മകൾക്ക് ഇനി ശക്തി നൽകുക എന്നും ഈ അധ്യാപിക ദമ്പതികൾ കൂട്ടിച്ചേർക്കുന്നു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തെരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചു. ചൊവ്വാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി മേയർ തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മേയർ MK വർഗീസ് ഇക്കാര്യം അറിയിച്ചത്. വളരെ തെറ്റായ നടപടിയല്ലേ. അവരുടെ രണ്ടാളെയും കഥ പറഞ്ഞിട്ട് അവർ നേരെ ഫ്ലാഗ് എടുത്തിട്ട് മുമ്പിൽ വന്നിരുന്ന് എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റും. സത്യം സത്യം അല്ലാതായിരിക്കും. ഇല്ല, അത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു ഉത്തരവ് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഒരു വീട്ടിലൊരു ഒരു അനിഷ്ടാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇപ്പൊ രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് നിഗമനത്തിൽ വരാം ആരാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. നമുക്ക് അന്വേഷിക്കാം. അത് അന്വേഷിക്കാൻ 23-ാം തീയതി പോകണം. അതിപ്പോ LSTD ആണോ കുഴപ്പം, ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണോ, എന്താ മന്ത്രിമാരുടെ ആണോ, ആരുടെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഞാൻ പറയണേ. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സെപ്റ്റംബർ 12-നായിരുന്നു വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ 229-ൽ നിന്ന് 103 വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. ജീവനക്കാരുടെയും ഭരണ പ്രതിപക്ഷങ്ങളുടെയും രൂക്ഷമായ എതിർപ്പിനെ തുടർന്ന് മേയർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ്, റവന്യൂ മന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് 7 ദിവസത്തിനകം ഉത്തരവ് റദ്ദാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി മേയർ വെള്ളിയാഴ്ച കൗൺസിൽ യോഗത്തെ അറിയിച്ചിരുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരളയ്ക്ക് 5 വർഷക്കാലത്തേക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നുവെന്നും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം നടക്കാൻ സാധ്യതയില്ല എന്നുമുള്ള മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് മേയർ പറഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷന്റെ സ്റ്റേഡിയം സ്റ്റേറ്റ് ലീഗ് ഏറ്റെടുത്ത് നടത്താൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ വായിച്ചു. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയും തെറ്റായ ഒരു നിഗമനവുമാണ്. അത് ഏറ്റെടുത്ത് നടക്കലല്ല, കോർപ്പറേഷന്റെ തന്നെ സ്റ്റേഡിയമായി നിലനിർത്തിക്കൊണ്ട് സ്റ്റേറ്റ് ലീഗ് അതിനെ പുതുക്കി പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുള്ള അംഗീകാരം നമ്മൾ കൊടുത്തു. അപ്പൊ 5 വർഷക്കാലത്തേക്ക് നമ്മളും അവരവരുടേതായിട്ടുള്ള കളികളും മറ്റും വരുമ്പോൾ അവിടെ നടപ്പിലാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കൈമാറ്റവും നടന്നിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ ഫുട്ബോൾ ടർഫും അനുബന്ധ സംവിധാനങ്ങളും അറ്റകുറ്റപ്പണിക്കായി സൂപ്പർ ലീഗ് കേരള സ്വന്തം നിലയിൽ തുക ചിലവഴിക്കുന്നു എന്നേയുള്ളൂ. നടത്തിപ്പ് പൂർണ്ണമായും കോർപ്പറേഷന്റെ ചുമതലയിലാണ്. കൗൺസിൽ തീരുമാനപ്രകാരം സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി ഖേലോ ഇന്ത്യക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി വിശദമായ എസ്റ്റിമേറ്റും ഡിസൈനും തുടർ നടപടികൾക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതാണെന്നും മേയർ വ്യക്തമാക്കി. TCV തൃശൂർ. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണെന്നും അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി തന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല, സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തമാണ്. അല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണ് സഹകരണ വകുപ്പ്, അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ട് ഈ കാശ് EDയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി മുൻ പ്രസിഡന്റ് കൂടിയായ പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഇതു സംബന്ധിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത്.
ചൊവ്വാഴ്ചയാണ് സംഭവമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം ഓഫീസിലേക്ക് തിരിച്ചുവന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറോട് 19-ാം വാർഡിലെ നിർമ്മാണങ്ങളുടെ തൽസ്ഥിതി മെമ്പർ സിന്ധു അശോക് ആവശ്യപ്പെട്ടു. സമയം വൈകിട്ട് 4:55 ആയതിനാൽ ഇപ്പോൾ പെട്ടെന്ന് രേഖാമൂലം നൽകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ സിന്ധു അശോക് ശുഭിതയെ മേശപ്പുറത്തടിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കസേര വലിച്ചെറിഞ്ഞ് തകർത്തുവെന്നും പരാതിയിൽ പറയുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതി സംബന്ധിച്ച് പരിശോധിച്ച് യുക്തമായ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചു. തന്റെ വാർഡിലെ റോഡുകളുടെ നിർമ്മാണത്തിന്റെ തൽസ്ഥിതി മാത്രമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടതെന്നും CPM അഷ്ടമിച്ചിറ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സിന്ധു അശോക് അറിയിച്ചു. പരാതി പോലീസിന് കൈമാറണമെന്നും സിന്ധു അശോക് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ സമരത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് കൊടിയൻ സംസാരിച്ചു. ഈ 16-ാം തീയതി ഉണ്ടായ ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു പരാതി നമ്മുടെ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി സെക്രട്ടറി അത് പോലീസിലേക്ക് അത് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതിവിടെ തീരുന്നതല്ല, അത് പോലീസ് നടപടി തന്നെ എടുക്കണം. അതുപോലെ തന്നെ ആ മെമ്പർ, ആ ഒരു ധാർഷ്ട്യം നിറഞ്ഞൊരു മെമ്പർ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അമ്പിളി സജീവ്, TV യദുകൃഷ്ണൻ, ലിസി സേവ്യർ, നിത ജോഷി എന്നിവരും സമരത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, മാള. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ക്ഷേത്രത്തിന്റെ മുൻപിലെ കൗണ്ടറും തകർത്തിട്ടുണ്ട്. രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് പന്തൽ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിന് സൂക്ഷിച്ചിരുന്ന 2 ആയുധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നത് എന്ന് സംശയിക്കുന്നു. ഭണ്ഡാരത്തിലെ പണവും കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെല്ലായിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ കവർന്നു. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. നെല്ലായി സെന്ററിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് 9200 രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ കട കുത്തി തുറന്ന് പൊളിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ കൊടകര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാർ വന്ന് നടപടികൾ സ്വീകരിച്ചു. 6000-ഓളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 മാസം മുൻപ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. മണ്ണമ്പേട്ടയിൽ പരക്കെ മോഷണം. പൂക്കോട് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം താമസിക്കുന്ന തെക്കുംപുറം ജെയ്സന്റെ വീട്ടിൽ നിന്ന് 5.5 പവന്റെ ആഭരണങ്ങളും 5000 രൂപയും മോഷണം പോയി. വീടിന്റെ മുകൾ നിലയിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷ്, വൈദ്യശാലപ്പടിക്ക് സമീപം മഞ്ഞളി ഫ്രാൻസി എന്നിവരുടെ വീടുകളിൽ മോഷണ ശ്രമം നടന്നു. കുടുംബവുമായി വിദേശത്തുള്ള രതീഷിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അലമാരയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ഫ്രാൻസിയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നത്. മുൻവശത്തെ വാതിൽ തകർത്തായിരുന്നു മോഷണശ്രമം. അലമാരയിൽ 35 പവനോളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട സെയിന്റ് ക്ലെയേഴ്സ് സ്കൂളിൽ മോഷണശ്രമം. ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കെട്ടിട നിർമ്മാണത്തിനായി സ്കൂളിന് സമീപം വെച്ചിരുന്ന പിക്കാക്സ് ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപം സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. പടവരാട് സ്വദേശികളായ സുജ, ശാന്ത, തിരുവല്ലുവാമല സ്വദേശി ഓമന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുട്ടനെല്ലൂർ നടത്തറ റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പൂജയുടെ മറവിൽ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിലായിരുന്നയാളെ 9 വർഷത്തിന് ശേഷം മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ സ്വദേശി കരിങ്ങാപ്പള്ളി വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം. 90 ദിവസം ജയിലിൽ കഴിഞ്ഞ ഇയാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. KSU പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ, അൽ-അമീൻ, അസ്സലാം എന്നിവരെ കൈവിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് DGP ഉത്തരവിട്ടു.
യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് അനീഷ് പരാതി നൽകിയിരുന്നത്. പരാതിയിന്മേൽ അന്വേഷണം നടത്തി മേൽനടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുള്ള DGPയുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനായില്ല. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനായി കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് തെരച്ചിൽ നടത്തിയത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് തേജ്പാലിനെ കാണാതായത്. തൃശൂരിൽ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ചത്. യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ മയക്കുമരുന്ന് പുറത്തെടുത്തു. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും മുൻകരുതലുകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ജില്ലയിലെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചാവക്കാട് അകലാട് സ്വദേശി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. രോഗം എങ്ങനെ ബാധിച്ചുവെന്നത് ഇതുവരെയും വ്യക്തമാകാത്തതിനാൽ ഇത് ആശങ്കയ്ക്കിടയാക്കുന്നതാണെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഡയറക്ടർ ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ നിർദ്ദേശങ്ങൾ സാധാരണഗതിയിൽ ജനറലായി ജില്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കളക്ടർ ഈ യോഗം പെട്ടെന്ന് തന്നെ വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾ, അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഈ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മാനസികാരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിയായ കേൾക്കാം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവന്റീവ് ഡോക്ടർ T. ടിജു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാഗസിൻ കവർ പേജിന്റെ പ്രകാശനവും വീഡിയോ ലോഞ്ചിങ്ങും കേൾക്കാം കൗൺസിലേഴ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. 08069965050 എന്ന കേൾക്കാം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനം ഡോക്ടർ T. ടിജു തോമസ് നിർവഹിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈക്കോളജിസ്റ്റും പ്രത്യാശ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം M. ജോസഫ്, നടനും സംവിധായകനുമായ ടോം ഇമ്മട്ടി, സീനിയർ സോളിസിറ്റർ ഫ്രാൻസിസ് മാത്യു, സുഭാഷ് ചന്ദ്രൻ, VV റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി UK കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള 1000-ലധികം വരുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൈകോർത്തുകൊണ്ടാണ് കേൾക്കാം എന്ന പേരിൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഗ്ലോബൽ മലയാളി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ 130ഓളം വരുന്ന കേൾക്കാം കൗൺസിലേഴ്സ് ബാഡ്ജ് സ്വീകരിച്ച് പ്രതിജ്ഞ എടുത്തു. നിങ്ങളെ
കേൾക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000-ഓളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേൾക്കാം എന്ന ഈ പ്രൊജക്റ്റിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണ്. CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ ജില്ലാ സഹോദയ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. തൃശൂർ ദേവമാതാ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഡോക്ടർ അഖില വിനോദ് ഉദ്ഘാടനം ചെയ്തു. ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ M ദിനേശ് ബാബു പതാക ഉയർത്തി. അധ്യാപകരായ PG മഞ്ജു, ലക്ഷ്മി സോമസുന്ദരൻ, ഫിൽബി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 165 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് KGM സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഗോയധേ എന്ന നാടകരാവ് വേറിട്ട അനുഭവമായി. 1 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള 101 കുട്ടികളാണ് നാടകരാവ് ആസ്വദിക്കാൻ എത്തിയത്. നാടകവേദിയിൽ അറിഞ്ഞിരിക്കേണ്ട താളബോധം, പാട്ട്, കഥ, കഥാപാത്രങ്ങൾ എന്നിങ്ങനെ ഓരോ തലത്തെയും സ്പർശിച്ചായിരുന്നു കുട്ടികൾ കലാഭിരുചികൾ പ്രകടമാക്കിയത്. വൈശാഖ് അന്തിക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു നാടക പരിശീലനം. ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പുകളുടെ കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ അന്തിക്കാട്ടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി KGM സ്കൂളിലെ PTA നേതൃത്വത്തിൽ 101 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സഹവാസ നാടക ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. കുട്ടികളെല്ലാവരും ഒരു കുടുംബമായിട്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ആട്ടവും പാട്ടുമൊക്കെയായി രാത്രി സ്കൂളിൽ തന്നെ തങ്ങിയത് വേറിട്ട അനുഭവമായി. വൈകുന്നേരം കുട്ടികളുമായി സല്ലപിക്കാൻ സംവിധായകൻ സത്യൻ അന്തിക്കാടുമെത്തി. ബാല്യം മുതൽ സിനിമയിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരുന്ന തന്റെ മനസ്സിനെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പങ്കുവച്ചപ്പോൾ പലർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹം. അപ്പോൾ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം. എപ്പോഴായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കണം, വളരെ കൃത്യമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അതൊക്കെ ശരി തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കണം, നമുക്ക് എന്തായി തീരണം, ആരായി തീരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. മോഹൻലാലിനോട് എന്തെങ്കിലും പറയണോ എന്ന് സത്യൻ അന്തിക്കാട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയ് എന്നായി ഒരു ബിരുദൻ. മോഹൻലാലിനോട് ഒരു ദിവസം വരാൻ പറയാമെന്ന് കുട്ടികൾക്ക് സത്യന്റെ വാക്ക്. ഇതോടെ കൂടുതൽ ആവേശത്തിലായ കുട്ടികൾക്ക് സത്യൻ അന്തിക്കാട് മിഠായികൾ വിതരണം ചെയ്തു. അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്ക് കൂടുതൽ മാനസിക ഉല്ലാസത്തിനും ഈ ഒരു ക്യാമ്പ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളനൂർ, PTA പ്രസിഡന്റ് ലിയോ, വൈസ് പ്രസിഡന്റ് അജീഷ, MPTA പ്രസിഡന്റ് സൗമ്യ, കോഓർഡിനേറ്റർ സിന്ധു എന്നിവർ നേതൃത്വം നൽകി. TCV തൃശൂർ. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ വിവിധ സൈക്കോളജി കോഴ്സുകളിൽ പഠനം പൂർത്തീകരിച്ച 100ഓളം വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത്. മികച്ച പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡും പ്രത്യാശയുടെ ബെസ്റ്റ് സ്റ്റാർ പെർഫോമർ അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ കൂപ്പണിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനവും നൽകി. പ്രത്യാശ ഫൗണ്ടർ ഡയറക്ടറും ബ്രിട്ടീഷ് സൈക്കോളജി അസോസിയേറ്റ് ഫെലോയും അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ മെമ്പറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, വിശിഷ്ടാതിഥികളായ IGNet ചെയർമാൻ K ഷൈൻ, CTDS ചെയർമാൻ സുധീർ ബാബു, IITS സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അജയ് സെബാസ്റ്റ്യൻ, പ്രത്യാശ സ്റ്റാഫ് പ്രതിനിധികളായ ഋതുവർണ, ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. മനഃശാസ്ത്ര പഠനത്തിനൊപ്പം മികച്ച പരിശീലനവും നൽകുന്ന പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ബിരുദ, ഡിപ്ലോമ, PG കോഴ്സുകൾ വിദഗ്ധരായ അധ്യാപകരുടെയും പരിശീലകരുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നു. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യാശയുടെ തന്നെ പ്ലേസ്മെന്റ് ഹബിലൂടെ ഇന്റേൺഷിപ്പ് സൗകര്യവും ലഭ്യമാക്കുന്നു. ഫാമിലി, ചൈൽഡ്, അഡൽട്സ് കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രത്യാശ സ്കൂൾ, കോളേജ്, സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും 18 വർഷമായി സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു പോരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വെർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പിയും പ്രത്യാശയുടെ പ്രത്യേകതയാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആനുവൽ ഗ്രാജുവേഷൻ ഡേ സെറിമണി നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടറുമായ C ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. IIIC ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശാലത അധ്യക്ഷത വഹിച്ചു.
തിരുപ്പൂർ കമ്മീഷണർ MP അമിത് മുഖ്യാതിഥിയായി. UG ഡീൻ ഡോക്ടർ AR ജയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ PA സോളമൻ, PG ഡീൻ ഡോക്ടർ B മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ CBSE, ICSE സംസ്ഥാന സിലബസ് സ്വാശ്രയ സ്കൂളുകളുടെ മാനേജ്മെന്റ് സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും യോഗം 2 ദിവസങ്ങളിലായി എറണാകുളത്ത് നടന്നു. 2 ദിവസമായി നടന്ന സമ്മേളനത്തിന് സംസ്ഥാനത്ത് ആതിഥ്യമരുളിയത് കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ദേശീയ കൺവീനർ AT ബോസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് കേരളത്തിൽ നിന്നും അബ്ദുൾ നാസർ, ജേക്കബ് എബ്രഹാം, സരോഷ് എബ്രഹാം, അഡ്വക്കേറ്റ് സിജു K ഐസക്, GS കൃഷ്ണകാന്ത്, വിക്ടർ TA എന്നിവർ നേതൃത്വം നൽകി. അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്ന നിയമ നടപടികളെക്കുറിച്ച് ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻ പിള്ള വിശദീകരിച്ചു. 2ാം ദിവസം ഗോകുലം കൺവെൻഷൻ ഹാളിൽ കേരളത്തിലെ സ്വാശ്രയ സ്കൂൾ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗം ദേശീയ കോർഡിനേറ്റർ ജഗദീഷ് സിംഗ് ധൂരി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദേശീയ സമ്മേളനം കാശ്മീരിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകളെല്ലാം മാനേജ്മെന്റ് ഏറ്റെടുത്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് സംസ്ഥാന സർക്കാരുകൾ മറന്നുപോകുന്നുവെന്ന് യോഗം വിലയിരുത്തി. മിത്രങ്ങളായി കാണേണ്ടവരെ ശത്രുക്കളായി കാണരുതെന്നും യോഗം അഭ്യർത്ഥിച്ചു. ഇടവകയും സെമിത്തേരിയും സംബന്ധിച്ചുള്ള തർക്കം മൂലം എൽത്തുരുത്തിൽ വിശ്വാസിയുടെ മരണാനന്തര കർമ്മങ്ങൾ നടന്നത് പോലീസ് സാന്നിധ്യത്തിൽ. സെമിത്തേരിയിലേക്കുള്ള വിശ്വാസികളുടെയും വൈദികന്റെയും പ്രവേശനം പോലീസ് തടഞ്ഞതോടെയാണ് മരണമടഞ്ഞ വിശ്വാസിയുടെ 43ാം ചരമദിന ചടങ്ങുകൾ ഗേറ്റിന് പുറത്ത് നടുറോഡിൽ നടത്തി ഒരു വിഭാഗം പ്രതിഷേധിച്ചത്. എൽത്തുരുത്ത് സെയിന്റ് മേരീസ് ഇടവകയിലായിരുന്നു സംഭവം. മരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളെ മാത്രമാണ് പോലീസ് സെമിത്തേരിയിൽ കടക്കാൻ അനുവദിച്ചത്. ഇടവകയിൽ പുതിയ പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. ഇതിന്റെ തുടർച്ചയായി ഈയിടെയാണ് സെമിത്തേരിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം ആരംഭിച്ചത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതികളെ 1 വർഷക്കാലത്തേക്ക് നാട് കടത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് നാടുകടത്തിയത്. പഴയന്നൂർ ചീരക്കുഴിയിൽ സഹോദരന്മാർ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരാൾക്ക് കുത്തേറ്റു. ചീരക്കുഴി കൂട്ടുങ്ങൽ വീട്ടിൽ അഗസ്റ്റിനാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ അഗസ്റ്റിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 29ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരമായ ടാസ് നാടകോത്സവത്തിന് തൃശൂരിൽ അരങ്ങുണർന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ടാസ് പ്രസിഡന്റ് OJ ജോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, ഫാദർ സെബാസ്റ്റ്യൻ പേരൂട്ടിൽ, ജോസ് ആലൂക്കാസ്, ഡോക്ടർ JN പോൾ, സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ്, ജോയിന്റ് സെക്രട്ടറി ഷാജു ചിരിയങ്കണ്ടത്ത്, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവനന്തപുരം കടയ്ക്കാവൂർ SS നടനസഭ അവതരിപ്പിച്ച വിക്ടറി ആർട്സ് ക്ലബ്ബ് എന്ന നാടകം ആദ്യ അവതരണമായി അരങ്ങിലെത്തി. നിറഞ്ഞുകവിഞ്ഞ സദസ്സിലാണ് നാടകം അരങ്ങേറിയത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30-ക്കാണ് നാടകാവതരണം. പ്രവേശനം സൗജന്യമാണ്. 10 ദിവസങ്ങളിലായി നടക്കുന്ന നാടക മത്സരത്തിൽ കേരളത്തിലെ 10 നാടക സമിതികളുടെ ഏറ്റവും പുതിയ നാടകങ്ങളാണ് അവതരിപ്പിക്കുക. പ്രേക്ഷകരുടെ ഗ്യാലപ്പ് പോളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച നാടകത്തിന് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫി സമ്മാനിക്കും. സമാപന സമ്മേളനം 30-ന് നടക്കും. നാടകോത്സവത്തിന്റെ 2ാം ദിനമായ ഞായറാഴ്ച തൃശൂർ സദ്ഗമയയുടെ സൈറൺ എന്ന നാടകം അരങ്ങിലെത്തും. ആളൂരിൽ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 9.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരി അറസ്റ്റിൽ. കടുപ്പശ്ശേരി സ്വദേശി കീഴുവാട്ടിൽ വീട്ടിൽ അജിതയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ നിധിലിന്റെ വീട്ടിലെ അലമാരയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷ്ടിച്ചത്.
ചാവക്കാട് ബേബി റോഡ് ഫാറൂഖ് പള്ളി ബീച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മധ്യവയസ്കനെ തിരിച്ചറിഞ്ഞു. പാലക്കാട് കൊട്ടായി സ്വദേശി പാലത്തറ വീട്ടിൽ 55 വയസ്സുള്ള ഹസൻ ആണ് മരിച്ചത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മോഹൻലാൽ അർഹനായി. പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. മാർ ജേക്കബ് തുങ്കുഴിക്ക് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും. കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ തിങ്കളാഴ്ച കോഴിക്കോട്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചു. ചൊവ്വാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി മേയർ ചർച്ച നടത്തും. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയത്. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്ന് 5.5 പവൻ കവർന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.